അടുത്ത നമുക്ക് അടുത്ത ഗെയിമിലോട്ട് കിടക്കാം. ഞാൻ കുറെ ബലൂൺസ് ഒക്കെ കളർഫുൾ ആയിട്ട് ഇരിപ്പുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ഓരോ ബലൂണിനകത്ത് നമ്മൾ ഓരോ ആക്ടിവിറ്റി പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സാധിക ഓരോ ബലൂണും പൊട്ടിച്ച് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആക്ടിവിറ്റി, പാട്ടോ ഡാൻസ് എന്താണെങ്കിലും നമുക്ക് മുമ്പിൽ പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോ ഏത് ബലൂൺ ഫസ്റ്റ് വേണം? വൈറ്റ്. ഓക്കെ, ഇവിടെ പോയി എന്റെ ടാസ്ക് കാണാനില്ല, ടാസ്ക് മിസ്സായിരിക്കുന്നു. ഓ, ഇതിനകത്ത് ഒളിച്ചിരിക്കും. അതെ, എന്താണ് ടാസ്ക് നമുക്ക് നോക്കാം. കരഞ്ഞുകൊണ്ട് സന്തോഷമുള്ള കാര്യം പറയാൻ. കരഞ്ഞുകൊണ്ട് സന്തോഷം. കണ്ണീര് കാണുന്നില്ലല്ലോ, കണ്ണീര് കാണുന്നില്ല. അയ്യോ, ഇഷ്ടപ്പെട്ടു. അതെ, സന്തോഷമുള്ള കാര്യം, ഏറ്റവും സന്തോഷമുള്ള കാര്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ശരിയായിരുന്നു. ടാസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് ടാസ്ക് കണ്ട് ചിരിയൊക്കെ വരുന്നു. ആക്ച്വലി ഞാൻ ഈ അടുത്ത് പുതുതായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളൊക്കെ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയും. ആക്ച്വലി കരച്ചിലധികം വന്നില്ലേലും ഇത്രയും സന്തോഷം ഉള്ള കാര്യം അത് പറയാത്ത എന്താ നമ്മളോട് ആവശ്യപ്പെടുത്തി പറയണ്ടേ? പുതിയ മൂവി ഡയറക്ട് ചെയ്യാൻ പോവാണോ? ഇത്രയും പേര് എക്സൈറ്റഡ് കാര്യം ഇത്രയും വിഷമിച്ച് പറയാന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് ലാസ്റ്റ് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് കൊടുക്കാം. എന്തുവാടേ ഇത്? അടുത്തത് മൺചിത്രത്താഴിലെ ഇന്നേക്ക് ദുർഗാഷ്ടമി എന്നുള്ള സീൻ ചിരിച്ചുകൊണ്ട് പറയാം. ഓക്കെ, അടിപൊളി. ഗംഗ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞായിരുന്നില്ലേ അല്ലേക്ക് ആഭരണം എടുക്കാൻ. ഗംഗ ഇന്ന് പോകണ്ട. അതെന്താ ഞാൻ പോയാല്? ഗംഗ ഇന്ന് പോകണ്ട. അതെന്താ? ഞാൻ അല്ലേക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാ എന്താ? വേണ്ട, ഗംഗ ഇന്ന് പോകണ്ട. വിടമാട്ടേ, എന്നെ നീ എങ്കേയും പോക വിടമാട്ടേ. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ ഞാൻ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഓംകാരം നടനം ആടുവേ. എന്താ അടിപൊളി. ദൈവമേ, ഇതിലും അതേപോലെ നല്ല നല്ല പോലെ ചെയ്തു കേട്ടോ. കാരണം ചിരിയാണ് സാധികയുടെ രഹസ്യം. നെക്സ്റ്റ് ബലൂൺ ഇത്. എന്റെ മടിയിൽ വീഴാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ മടിയിൽ വെച്ച് പൊട്ടിച്ച്. അയ്യോ, എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ എഴുതിയൊക്കെ വെട്ടിയിട്ടൊക്കെ. ആങ്കറിന്റെ ചോദ്യത്തിന് ലോജിക് ഇല്ലാത്ത കള്ള ഉത്തരം പറയാൻ. ആങ്കറിന്റെ ചോദ്യത്തിന് ലോജിക് ഇല്ലാത്ത കള്ള ഉത്തരം പറയാൻ. ലോജിക് ഇല്ലാത്ത ഉത്തരം. ഓക്കെ, ലോജിക് ഇല്ലാത്തതും വേണം, കള്ളവും വേണം. ഓക്കെ, ഞാൻ സുന്ദരിയല്ലേ? നല്ലൊരു സുന്ദരി ആങ്കർ അല്ലേ ഞാൻ? ആങ്കർ ആണോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നല്ല വിരൂപയും എന്നാലും ഞാൻ ഉത്തരം കിട്ടിയായിരിക്കും. ചോദ്യം എഴുതിയ ആളെ എനിക്ക് ആവശ്യമില്ലാത്ത ചോദ്യത്തിന് ചോദിക്കാൻ. അടുത്തത് ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ എത്രയും നല്ല കുട്ടീനെ ലോകത്ത് എവിടെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് സ്വയം പുകഴ്ത്താൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ, അത്ര സൗന്ദര്യവും ഇത്ര മനോഹരമായ കുട്ടീനെ എനിക്ക് വയ്യ, എന്നെ കൊണ്ട് ഞാൻ തന്നെ തോന്നിച്ചു. വളരെ സിമ്പിൾ ആയിരുന്നു അതൊക്കെ. ഓക്കെ, ഇങ്ങനത്തെ ടാസ്ക് ഓക്കെ. ഇഷ്ടപ്പെടാത്ത ഫുഡിന് നല്ല റിവ്യൂ പറയുക, പക്ഷെ ഇഷ്ടപ്പെടാത്ത ഭാവത്തിലോ? ഇഷ്ടപ്പെടാത്ത ഫുഡിന് നല്ല റിവ്യൂ പറയാ, ഇഷ്ടപ്പെടാത്ത ഭാവത്തില്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഫുഡ്? നന്നായിട്ടുണ്ട്. വളരെ നല്ല കഴിക്കാനൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം വളരെ കൃത്യമായിരുന്നു.
ഇനി ഇനി ഇതന്നെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എത്ര നൈസ് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരാറില്ല ചേട്ടാ. ഉറക്കിയതൊക്കെ. ഓക്കെ, ദ ലാസ്റ്റ് വൺ. യെസ്. ഇത് ഞാൻ മടക്കിയിട്ട് വേറൊരു സാധനമാണ്. ഓ അല്ല, പാട്ട് പാടുക. പാട്ട് പാടുക. ഓക്കെ. സദ്യ പാട്ട് പാടാറുണ്ടോ? ഇല്ല ഇല്ല. വെറുതെ ബാത്റൂമിൽ. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് ബാത്റൂമിൽ പാടുന്ന ഗാനമാണ് നമ്മൾക്ക് വേണ്ടി സദ്യ പാടാൻ പോകുന്നത്. ഓക്കെ. ഞാൻ പഴയൊരു പാട്ട് പാടാം. ഓക്കെ. പഴയ പാട്ട് ഇതൊരു ഓർമ്മകളെ പറ്റിയുള്ള പാട്ട്. യാദേനിലെ സോങ് ഇഷ്ടമാണ്. ഏതിലെ? യാദേൻ. ഹിന്ദിയാ. ഓക്കെ, എനിക്ക് അറിയില്ല കേട്ടറിയായിരിക്കും. അപ്പം ട്യൂണൊന്നുമില്ലെങ്കിലും ശ്രുതിയൊന്നുമില്ലെങ്കിലും ഞാൻ വെറുതെ പാടാം. നഗ്മേ ഹേ शिकवे है किस्से है बातें हैं नगमे है शिकवे है किस्से है बातें हैं यादें याद आती हैं बातें बोल जाती है ये यादें किसी दिल हो जानम के चले जाने से बाद आती है. ഓർമ്മകളെ കുറിച്ചുള്ള പാട്ടാണ്. അതായത് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അത്രയും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും നമ്മളിൽ നിന്ന് പോയതിന് ശേഷം വരുന്നതാണെന്ന് പറയുന്നത്. ആക്ച്വലി ഋത്തിക്കും ജാക്കി ഷ്രാഫ് കരീന ഒക്കെ ആയിട്ടായിരുന്നു ആ സിനിമ യാദേൻ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയായിരുന്നു. സോങ് ആണെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെമ്മറീസ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ നല്ലപോലെ പാടി. ഓക്കെ. ആക്ച്വലി എല്ലാ ആക്ടിവിറ്റീസിന്റെയും കാര്യം പറയുവാണെങ്കിൽ അപ്പൊ തന്നെ ഞാനൊക്കെ ആണെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ അപ്പൊ തന്നെ പറയും. പക്ഷെ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ നോ പറയുന്ന പരിപാടി കുറച്ച് കുറവാ. യു വിൽ ട്രൈ അല്ലേ? അതാണ് എന്റെ ഇൻസ്റ്റയുടെ എനിക്ക് തോന്നുന്നു കണ്ടിട്ടുണ്ടേ അറിയുമായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും പെർഫെക്ഷൻ നോക്കിയിട്ടല്ല ഒരു സാധനം. ഡാൻസ് ആണെങ്കിലും ഞാൻ പഠിച്ച് അതിനുവേണ്ടി എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് അത് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ ചെയ്യേണ്ടാവുക. ഞാൻ വെറുതെ സാധനം കാണുന്നു, എടുക്കുന്നു, ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് എന്ത് കമന്റ്സ് വരുന്നു എന്ന് ഞാൻ നോക്കാറില്ല. എനിക്ക് നമുക്കത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് അതിന്റെ പെർഫെക്ഷൻ ഞാൻ ചെയ്യാറില്ല. ഓക്കെ. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിഷമങ്ങൾ വരുമ്പോ എന്തായിരിക്കും ചെയ്യാറെന്ന്? എന്ത് ചെയ്താണ് വിഷമങ്ങൾ മാറ്റുന്നത്? വിഷമം വരുമ്പം മുമ്പൊക്കെ ആണെങ്കിൽ വിഷമം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇരുന്ന് കരച്ചിലും ബഹളും അങ്ങനെയൊക്കെ. അതായത് കരയെന്ന് വെച്ചാൽ ഞാൻ ആരോടും വിഷമം ഷെയർ ചെയ്യില്ല, എനിക്ക് ഇഷ്ടമല്ല. പണ്ട് തൊട്ടേ അങ്ങനെ ഷെയർ ചെയ്യുന്ന പരിപാടി എനിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാനുമായിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് തന്നെ കാര്യങ്ങൾ പറയും. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഈ സൈക്കോളജി എൻ്റെ പഠിത്തം കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലും എന്നെപ്പറ്റി ഞാൻ അറിയാൻ തുടങ്ങിയത്. അതിന് മുമ്പ് സൈക്കോളജി എനിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കോച്ചിങ്ങിന് പോയ സമയത്ത് ഫാദറായിരുന്നു എനിക്ക് കുര്യന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് ആദ്യം നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സിൽ നമുക്ക് ആദ്യം ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയെ അറിയാൻ പറ്റുള്ളൂ. സത്യമാണ് അത്. കാരണം നമുക്ക് നമ്മളെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വേറൊരു വ്യക്തിനെ അയാളുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം ഇതാണ്, ഞാൻ എന്നോട് തന്നെ പറയും, അതായത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ സംഭവിക്കും ഇതിനൊക്കെ. അപ്പം അതേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, ഞാൻ എനിക്ക് പ്രശ്നം വന്ന് ഭയങ്കരമായിട്ട് സൈഡാവാണെങ്കിൽ ഞാൻ ആലോചിക്കും ഇതിപ്പോൾ ഇത്രയല്ലേ വന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക. അപ്പം അത്ര നടന്നില്ലല്ലോ, ഇതെല്ലാം നടന്നിട്ടുള്ളൂ, അപ്പം ഇങ്ങനെയല്ലേ വരുള്ളൂ, ഇനിയിപ്പോൾ നാളെയും ലൈഫ് ഷുഡ് മൂവ് ഓൺ ആണ്. അപ്പം നമ്മൾ ഇനി മുന്നോട്ട് പോയാൽ പറ്റും. ഞാൻ എനിക്ക് ക്ലാസ് കൊടുക്കും. ആൻഡ് അതേപോലെ തന്നെ ഡൗൺ ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഉറങ്ങാൻ നേരത്തെ ഞാൻ എനിക്ക് ഫീഡ് ചെയ്യും. കാരണം അതൊക്കെ ശരിക്കും നല്ല ടെക്നിക്സ് ആണ്. ആക്ച്വലി നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ മോശമാണെന്ന് പറയും. നമ്മൾ കിടന്നുറങ്ങാൻ നമ്മൾ തന്നെ പറയാം യു ആർ ദ ബെസ്റ്റ്. നമ്മൾ മൈൻഡ് എടുക്കും. അത് ആക്ച്വലി സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്താണോ വേണ്ടത് നമ്മളത് നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ എപ്പോഴും പറയും, കുട്ടികളെ കൊണ്ട് അമ്മമാരൊക്കെ പഠിക്കാൻ മോശമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ആക്ച്വലി അത് തന്നെയാണ്. അപ്പം ഞാൻ ഡൗൺ ആകുമ്പോൾ ഞാൻ അതിന് മാറ്റാനുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും.
ഇപ്പൊ സാധിക വിഷമത്തിൽ നിന്ന് രക്ഷിക്കുന്നതും സാധിക തന്നെയാണ് സാധികയുടെ ഏറ്റവും നല്ല കൂട്ടുകാരി എന്നാണ് സാധിക പറയുന്നത് അല്ലേ? ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഞാൻ എന്നോട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയാറ്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ന്യൂസ് മൂവി പ്രൊഡക്ഷൻ, ഐ മീൻ ഡയറക്ഷൻ, അത് പറയൂ. അതാണ് ഇവിടെ നമുക്ക് കേൾക്കേണ്ടത്. അറിയാതെ വായിന്ന് വീണ് പോയത് പോലും. പെട്ടെന്നൊരു സന്തോഷത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് അത് ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ, പറയൂ അതിന്റെ വിശേഷം. ഞാനിപ്പോ ഒരു ഫിലിം എന്ന് വെച്ചാൽ ഒരു 1 hourന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ അത് പാട്ടും എല്ലാം ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. ഒരു കുട്ടീന്റെ സബ്ജക്റ്റ് ആണ്, ഒരു മോളാണ് മെയിൻ ആയിട്ട്, അവളുടെ ഒരു കഥയാണ്. അപ്പോൾ അതിൽ 4-5 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഷൂട്ടെല്ലാം കാലിക്കറ്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു കുറച്ചായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു. ഓട്ടോയ്ക്ക് അച്ഛൻ്റെ തന്നെ സ്ക്രിപ്റ്റ് ആണ്, നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ വെരി സൂൺ. അപ്പം മിക്കവാറും യൂട്യൂബിലെങ്ങാനോ, എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഒരു ഫിലിംസിനും ഇതിനു വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ആ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലായിരിക്കും. ഡയറക്ഷൻ രംഗത്തോടും കൂടെ ഞാനൊരു കവർ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അത് കവർ സോങ് ആയിരുന്നു. അപ്പോഴേ അന്നേ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, ഈ സോങ് അല്ല, സോങ് നമുക്ക് വലിയൊരു പ്രശ്നമില്ല അത് ചെയ്യാന്ന്. പക്ഷെ ഒരു സിനിമ അല്ലെങ്കിൽ അതിൽ കുറെ ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് ഒരു കഥ പറയുക എന്നുള്ളതാണ് എപ്പോഴും ഡയറക്ഷൻ. എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് സിനിമയുടെ ഫ്രണ്ട് ലോഡിനേക്കാളും എനിക്ക് താല്പര്യം ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാനാണ്. അപ്പോൾ അത് സിനിമ എന്നല്ല, എപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറയിലാണ് എനിക്ക് താല്പര്യം. കാരണം ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. അപ്പം അത് നമ്മളെല്ലാവരും കൂടി ഒരു കൂട്ടായ്മയുടെ പ്രൊജക്റ്റാണ്. എന്താവും എന്നുള്ളത് നോക്കാം.